കുറ്റിപ്പുറം കാർത്തലച്ചുങ്കം സ്പിന്നിംഗ് മില്ലിന് സമീപം യുവാവ് കോറിയിൽ മുങ്ങി മരിച്ചു. തിരുനാവായ കന്മനം സ്വദേശി മേലെടുത്തുവളപ്പിൽ സഹൽ എന്ന 23-കാരനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-യോടെയാണ് സംഭവം. 4 കൂട്ടുകാരുമായി പ്രവർത്തനം അവസാനിപ്പിച്ച കരിങ്കൽ കോറിയിൽ കുളിക്കാനെത്തിയതായിരുന്നു സഹൽ. സമീപം കന്നുകാലിയെ മേയ്ക്കുകയായിരുന്ന പ്രദേശവാസി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാക്കൾ അനുസരിക്കാതെ കോറിയിൽ ചാടുകയായിരുന്നു എന്ന് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3:15 കൂടിയാണ് ഈ പ്രദേശത്തുള്ള ഈ കോറിയിലേക്ക് നമ്മുടെ വൈരങ്കോട് അടുത്ത് പാറക്കൽ സ്വദേശി, അതായത് അല്ലൂരിന്റെ അടുത്ത് കുട്ടികൾ കുളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ ചെനക്കൽ ഈ പ്രദേശത്തുള്ള ഒരു സഹോദരൻ പിന്നെ ഇവിടെ കന്നുകാലിന് നോക്കിയിരുന്നു. അവ കുട്ടികളെ കണ്ടേക്ക് തന്നെ പറഞ്ഞു ചാടല്ലി എന്നറിഞ്ഞു. അങ്ങനെ 2 കുട്ടികൾ അപ്പോഴത്തേനും ചാടി. മൊത്തം 5 പേരായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കുട്ടി മുകളിലേക്ക് പൊന്തി. 2ാമത്തെ പയ്യൻ സഹല് എന്ന് പറഞ്ഞ കുട്ടി വെള്ളത്തിന്റെ അടിയിൽ പെട്ടു, മുകളിലേക്ക് പൊന്തിയില്ല. ഉടനെ തന്നെ കുറ്റിപ്പുറം CIനെ വിവരം അറിയിക്കുകയും CI ഉടനെ തന്നെ തിരൂരിലെ സ്കൂബ ടീം അറിയിക്കുകയും അവർ ഉടനെ തന്നെ സ്ഥലത്തെത്തി. ഏകദേശം ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ സ്കൂബ ടീം ഇവിടെ എത്തി. മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ മുങ്ങി ഒരു 20 മിനിറ്റ് കൊണ്ട് കുട്ടിനെ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എടുക്കാൻ സാധിച്ചു. എടുത്തതിന് ശേഷം നിർഭാഗ്യവശാൽ കുട്ടി CPR കൊടുത്തു നോക്കി. അവര് ഏകദേശം 1.5 മണിക്കൂറോളം കുട്ടി വെള്ളത്തിന്റെ അടിയിൽ കിടന്നതല്ലേ. നിർഭാഗ്യവശാൽ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇവിടെ നിന്ന് കുട്ടിയെ ജില്ലാ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ നാട്ടുകാരായ ആളുകൾ ഉടനെ തന്നെ ഈ ഹുസൈൻ എന്ന് പറഞ്ഞ സഹോദരനാണ് ഇത് കണ്ടത്. അവനാണ് നിർദ്ദേശിച്ചതും ചാടല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളല്ലേ 22 വയസ്സായിട്ടുള്ളൂ ചാടി. ഉടനെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരും കോറയിൽ എത്തുകയും ഈ കരിങ്കൽ കോറയിൽ എത്തുകയും അവരെ കൊണ്ട് ആകുന്ന വിധമൊക്കെ അവര് മുങ്ങി നോക്കി. 5 ആളുടെ താഴ്ചയിലാണ് വെള്ളം കെടുക്കുന്നത്. അവരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. നല്ലവണ്ണം ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ കുട്ടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ആദവനാട് പഞ്ചായത്ത് ഒരുപാട് കോറികൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. നിരന്തരമായിട്ട് ഇത്ര അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നൊരു ലോറി മറിഞ്ഞൊരു അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് പഞ്ചായത്തിന്റെ ഭാഗത്തെന്തെങ്കിലും നടപടികൾ ഉണ്ടാവും ഇത്തരത്തിൽ? ഇത് എന്ന് പറഞ്ഞാല് ഇപ്പോ ആദവനാട് പഞ്ചായത്തും കുറ്റിപ്പുറം പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്താണ്. ഏകദേശം ഇപ്പൊ അത് നമ്മുടെ മാൽക്കോടെക്സിന്റെ അതിർത്തിയാണ്, ഭൂമിന്റെ അതിർത്തിയാണ് ഈ കോറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോ 2 മാസം മുമ്പ് ഒരു അപകടം നമുക്കറിയാലോ താഴെ ഉണ്ടായി. അതിന് പഞ്ചായത്ത് ഉടനെ തന്നെ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവിടെ സൂചനാ ബോർഡുകൾ, ഒരുപാട് കോറികൾ ഈ പ്രദേശത്തുണ്ട്. അവിടെ സൂചനാ ബോർഡുകളൊക്കെ എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മഞ്ചേരി യുമായി സംസാരിച്ചിട്ട് അവിടെ ഉടനെ തന്നെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടേക്ക് ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് സുരക്ഷ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറ്റിപ്പുറം എഞ്ചിനീയർ അറിയിക്കുകയും അത് പ്രകാരം ഏകദേശം 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തുള്ള കോറികൾ ഒക്കെ ഇനി ഒരു സൂചനാ ബോർഡ് ആദ്യം വെച്ചു. ഭിത്തി കെട്ടാൻ വേണ്ടി അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ PWDയിൽ നിന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രദേശത്തൊക്കെ കോറികളാണ്. അറിയാത്തവര് കുട്ടികളൊക്കെ ഇപ്പൊ ഈ കോറിയിലേക്ക് ആരും വരവില്ല. എങ്ങനെ നിർഭാഗ്യവശാൽ ഈ സമയമുണ്ടല്ലോ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ പ്രദേശത്തൊക്കെ ആരും ഇത്ര ഒഴിഞ്ഞു കിടക്കുന്ന കോറിയിലേക്ക് വരരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഈ കോറിയിൽ ഇങ്ങനെ മരണം ഉണ്ടാവാൻ സംഭവിക്കാൻ കാരണം മരിക്കാൻ കാരണം എന്ന് വെച്ചാല് ഒന്നാമത്തെ ആ സൈഡിൽ നിന്നൊക്കെ ചാടുകയാണെങ്കിൽ നല്ല കല്ല് പൊന്തി നിൽക്കണ കല്ലാണ്. ചാടിക്കഴിഞ്ഞാൽ ഒന്നൊക്കെ പള്ളക്ക് കയറുക, സൈഡിലേക്ക് കയറുക, കയറി കഴിഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കും. പിന്നെന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ കുളിക്കലും നനക്കലും നടക്കുള്ളൂ, അല്ലാതെ വേറൊന്നും നടക്കില്ല. ഞാൻ ഈ കോറിയിൽ പണിയെടുക്കുന്നതാണ്. എന്താ വെച്ചാല് ഈ കോറിയിൽ പൊട്ടിക്കുന്ന ടൈമിൽ പിന്നെ കോറിയിൽ ഇതൊക്കെ നിറച്ചിരിച്ചിരുന്നു. പിന്നെ കുറെ ലോഡിങ്ങിനൊക്കെ നിന്നിരുന്ന ആളാണ്. നല്ല ആളുള്ള കോറിയാണ്. അതിന് കുറെ മുമ്പേ പിന്നെ വണ്ടി പിന്നെ പൊട്ടിക്കുന്ന ടൈമിലൊക്കെ ആള് മരിച്ചിട്ടുണ്ട് ഈ കോറിയില്.
വെടിയിട്ട് വെള്ളത്തില് പിന്നെ മുങ്ങിയിട്ടുള്ള അങ്ങനെ സംഭവം അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടെങ്കിൽ സാധാരണ ആളുകൾ വന്ന് കുളിക്കണമെന്ന് ആൾക്കാർ വന്ന് കുളിക്കണോ പിന്നെ മീൻ പിടിക്കണോ ഉള്ള കോറയുന്നത്. ഏകദേശം എത്ര ആളുണ്ടാവും എന്നുള്ളത് അപ്പൊ പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു 10-30 അടിന്റെ കീപ്പിട്ട് താഴ്ച 30 അടിന്റെ മുകളിൽ അല്ല ഈ പിന്നെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പരിചയമില്ലാത്ത ആളുകൾ കുളിക്കാൻ വന്ന് ഇറങ്ങുമ്പോ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ടോ അങ്ങനെ അപകടം? നാട്ടുകാര് പൊതുവെ ഈ നേരത്തൊന്നും ആൾക്കാരുണ്ടാവില്ല. മതി, ഓക്കെ. അപകടം അറിഞ്ഞ ഉടനെ പ്രദേശവാസികൾ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കുറ്റിപ്പുറം പോലീസും തിരൂരിൽ നിന്നുള്ള സ്കൂബ ഡൈവർമാർ അടക്കമുള്ള ഫയർഫോഴ്സ് സംഘവും എത്തിയാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.